പാലക്കാടൻ കുന്നുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കിഴക്കൻ കാറ്റ് നീലമംഗലം ഗ്രാമത്തിലെ തെങ്ങോലകളെ തലോടിക്കൊണ്ടിരുന്നു. ആ ഗ്രാമത്തിന്റെ ഒരറ്റത്തായിരുന്നു പായൽ പിടിച്ച മതിലുകളും തഴച്ചു വളർന്ന തുളസിത്തറയുമുള്ള ലക്ഷ്മി നിലയം എന്ന വീട്. അവിടെയായിരുന്നു ദേവകിയമ്മയുടെ ലോകം. ഭർത്താവ് രാഘവൻ നായർ മരിക്കുമ്പോൾ മകൻ വിനയന് 5 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നു മുതൽ ഈ മണ്ണിൽ പണിയെടുത്തും പട്ടിണി കിടന്നും അവർ അവനെ വളർത്തി. മകൻ വലിയ നിലയിൽ എത്തണമെന്നതായിരുന്നു ആ അമ്മയുടെ ഏക സ്വപ്നം. വിനയൻ പഠിച്ചു മിടുക്കനായി വിദേശത്ത് നല്ലൊരു ജോലി സമ്പാദിച്ചു. പക്ഷേ കാലം കടന്നുപോയപ്പോൾ മകന്റെ വിളികൾ കുറഞ്ഞു വന്നു. മാസത്തിലൊരിക്കൽ പണം അയക്കുന്നതിലപ്പുറം ആ അമ്മയുടെ വിശേഷങ്ങൾ അറിയാൻ അവൻ സമയം കണ്ടെത്തിയില്ല. പെട്ടെന്നൊരു കർക്കിടക മാസത്തിലാണ് വിനയൻ നാട്ടിലെത്തിയത്. മഴ പെയ്തു തോർന്ന ഒരു വൈകുന്നേരം ഉമ്മറത്തിരിക്കുകയായിരുന്ന അമ്മയുടെ അരികിലേക്ക് അവൻ വന്നു. അവന്റെ മുഖത്ത് പതിവില്ലാത്തൊരു വാത്സല്യമുണ്ടായിരുന്നു. അമ്മേ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനിയുള്ള കാലം അമ്മ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയേണ്ട. വിദേശത്ത് ഞാനൊരു വലിയ വീട് വാങ്ങിയിട്ടുണ്ട്. അമ്മ കൂടെ വരണം. നമുക്കവിടെ ഒന്നിച്ചു താമസിക്കാം. വിനയന്റെ വാക്കുകൾ കേട്ട് ദേവകിയമ്മ വിശ്വസിക്കാനാകാതെ നോക്കി. എടാ മോനെ, ഈ പ്രായത്തിൽ ഈ മണ്ണും വീടും വിട്ട് ഞാൻ എങ്ങോട്ടാ? നിന്റെ അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീടല്ലേ ഇത്? അവർ മെല്ലെ പറഞ്ഞു. വിനയൻ അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അമ്മേ, ഓർമ്മകൾ കൊണ്ട് വിശപ്പടക്കാൻ പറ്റില്ലല്ലോ. ഈ പഴയ വീട് വിറ്റാൽ കിട്ടുന്ന പണം കൊണ്ട് അവിടെ നമുക്ക് രാജാവിനെ പോലെ ജീവിക്കാം. അമ്മയ്ക്ക് അസുഖം വന്നാൽ നോക്കാൻ അവിടെ ആളുണ്ടാകും. ഇവിടെ അമ്മയെ ആര് നോക്കാനാണ്? എന്നെ വിശ്വസിക്കൂ അമ്മേ. സ്വന്തം മകൻ അമ്മയെ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആ ചോദ്യത്തിന് മുന്നിൽ ദേവകിയമ്മ നിശബ്ദയായി. അവന്റെ കണ്ണുകളിലെ തിളക്കം സ്നേഹമാണെന്നവർ തെറ്റിദ്ധരിച്ചു. ഒടുവിൽ വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ വീടും പറമ്പും വിൽക്കാൻ അവർ സമ്മതിച്ചു. ആധാരത്തിൽ ഒപ്പിടുമ്പോൾ അവരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗ്രാമവാസികൾ പലരും വിലക്കി. ദേവകിയമ്മേ, സൂക്ഷിക്കണം. കയ്യിലുള്ളത് കളഞ്ഞ് മക്കളെ വിശ്വസിക്കരുത് എന്നവർ ഉപദേശിച്ചു. പക്ഷേ എന്റെ മോൻ എന്നെ പൊന്നുപോലെ നോക്കും എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു അവർ. യാത്ര തിരിക്കുന്ന ദിവസം ദേവകിയമ്മ ആ വീടിന്റെ ഓരോ മുറിയിലും കയറി ഇറങ്ങി. ഉമ്മറപ്പടിയിൽ തലോടിക്കൊണ്ടവർ തേങ്ങി. രാഘവേട്ട, ഞാൻ പോവുകയാണ് നമ്മുടെ മോന്റെ കൂടെ. ആ മണ്ണിൽ തൊട്ട് വന്ദിക്കുമ്പോൾ ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയായിരുന്നു അവർക്ക്. എങ്കിലും മകന്റെ കൂടെയുള്ള പുതിയ ജീവിതം അവർ സ്വപ്നം കണ്ടു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ വലിയ തിരക്കിനിടയിൽ ദേവകിയമ്മ വിറയ്ക്കുന്ന കാലുകളോടെ നടന്നു. ചുറ്റുമുള്ള വലിയ ചില്ലുവാതിലുകളും അനൗൺസ്മെന്റുകളും അവരെ ഭയപ്പെടുത്തി. മകന്റെ കൈകളിൽ അവർ മുറുകെ പിടിച്ചു. അമ്മേ, പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ടല്ലോ. അമ്മ ഈ ബെഞ്ചിൽ ഇരിക്കൂ. ടിക്കറ്റിലും പാസ്പോർട്ടിലും ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. ഓഫീസിൽ പോയി 10 മിനിറ്റിനുള്ളിൽ ഞാൻ വരാം. വിനയൻ അവരെ ഒരു മൂലയിലുള്ള ബെഞ്ചിലിരുത്തി. വേഗം വരണേ മോനെ, അമ്മയ്ക്ക് ഇവിടെ ആരെയും അറിയില്ല, അവർ പരിഭ്രമത്തോടെ പറഞ്ഞു. വരും അമ്മേ. അമ്മ ഇവിടെ നിന്ന് എങ്ങോട്ടും മാറരുത് കേട്ടോ, അവൻ ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. മിനിറ്റുകൾ മണിക്കൂറുകളായി മാറി. ആളുകൾ വന്നു പോകുന്നു. വിമാനങ്ങൾ പറന്നുയരുന്ന ശബ്ദം കേട്ട് അവർ ഓരോ തവണയും വാതിലിലേക്ക് നോക്കി. പക്ഷെ വിനയനെ കണ്ടില്ല. സമയം രാത്രി 12 കഴിഞ്ഞു. ചുറ്റുമുള്ള തിരക്ക് കുറഞ്ഞു തുടങ്ങി. ദേവകിയമ്മയുടെ ഉള്ളിൽ ആദി പടർന്നു. അവർ വിറയ്ക്കുന്ന കൈകളോടെ വിനയന്റെ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. ആ ശബ്ദം അവരുടെ കാതുകളിൽ ഇടിയേറ്റതുപോലെ പതിച്ചു. വീണ്ടും വീണ്ടും വിളിച്ചു. പക്ഷെ ബലം ഒന്നായിരുന്നു. ഒരു സെക്യൂരിറ്റി ഓഫീസർ അവരുടെ അടുത്തേക്ക് വന്നു. അമ്മേ, എപ്പോഴാ ഫ്ലൈറ്റ്? കൂടെ ആരുമില്ലേ? ദേവകിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ മോൻ വിനയൻ, അവൻ ഓഫീസിൽ പോയതാണ്, ഇപ്പോൾ വരും. ആ ഓഫീസർ സഹതാപത്തോടെ അവരെ നോക്കി. അമ്മേ, കുറെ നേരമായല്ലോ അമ്മ ഇവിടെ ഇരിക്കുന്നത്. ടിക്കറ്റ് എവിടെ? അവർ ബാഗ് തുറന്നു നോക്കി. ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം വിനയന്റെ കയ്യിലായിരുന്നു. വീട്ടിൽ നിന്ന് എടുത്ത കുറച്ച് തുണികൾ മാത്രമാണ് ആ ബാഗിലുള്ളത്. വീട് വിറ്റ പണം അത്രയും അവന്റെ ബാങ്ക് അക്കൗണ്ടിലാണ്. സത്യം പതുക്കെ ഒരു കരിനിഴൽ പോലെ അവരുടെ മുന്നിൽ തെളിഞ്ഞു. തന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകാനല്ല, മറിച്ച് തന്ത്രപൂർവം വീടും സ്വത്തും തട്ടിയെടുത്ത് പെരുവഴിയിൽ ഉപേക്ഷിക്കാനാണ് അവൻ നാട്ടിൽ വന്നത്. ആ തിരിച്ചറിവിൽ അവർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. മോനെ, നീ ഇത് എന്തിനാ ചെയ്തത്? നിനക്ക് വേണ്ടി പട്ടിണി കിടന്നതിനോ, അതോ നിന്നെ പൊന്നുപോലെ വളർത്തിയതിനോ? അവർ എയർപോർട്ടിന്റെ ഭിത്തിയിലേക്ക് നോക്കി നിലവിളിച്ചു. ആ ശബ്ദം വലിയ ഹാളിന്റെ ശൂന്യതയിൽ തട്ടി പ്രതിഫലിച്ചു. ആരും അവരെ ശ്രദ്ധിച്ചില്ല. എല്ലാവരും അവരവരുടെ യാത്രകളുടെ തിരക്കിലായിരുന്നു. കയ്യിൽ 1 രൂപ പോലുമില്ല.
പോകാൻ ഒരിടമില്ല, സ്വന്തം എന്ന് പറയാൻ ഒരു വീട് പോലുമില്ല. ആ എയർപോർട്ടിന് മുന്നിൽ ആത്മാവ് വിട്ടുപോയ ഒരു മരത്തെ പോലെ ദേവകിയമ്മ തളർന്നിരുന്നു. അവരുടെ കണ്ണീർ എയർപോർട്ടിലെ തണുത്ത തറയിൽ വീണുടഞ്ഞു. മകൻ വരുമെന്ന പ്രതീക്ഷയും താൻ ഇത്രയും കാലം കെട്ടിപ്പടുത്ത ജീവിതവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായ നിസ്സഹായാവസ്ഥയിൽ ആ അമ്മ തേങ്ങി. എന്റെ രാഘവേട്ട, എന്നെയും കൂടി അങ്ങോട്ട് വിളിച്ചൂടായിരുന്നോ? ആ പ്രാർത്ഥന മാത്രം ആ രാത്രിയിൽ ബാക്കിയായി. എയർപോർട്ടിന്റെ ആഡംബരങ്ങൾക്കിടയിൽ ഒരു മൂലയിലെ തണുത്ത സിമന്റ് ബെഞ്ചിൽ ദേവകിയമ്മ ചുരുണ്ടുകൂടി കിടന്നു. എയർ കണ്ടീഷണറിന്റെ തണുപ്പ് അവരുടെ എല്ലുകളിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. പക്ഷേ ആ തണുപ്പിനേക്കാൾ ഭീകരമായിരുന്നു അവരുടെ ഉള്ളിലെ ശൂന്യത. കണ്ണടയ്ക്കുമ്പോൾ നീലമംഗലത്തെ ആ പഴയ വീടാണ് തെളിഞ്ഞു വരുന്നത്. ഉമ്മറത്തെ ചാരുകസേരയും തുളസിത്തറയും അയൽവക്കത്തെ ലീലയുടെ കുശലം പറച്ചിലുമെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. നാട്ടുകാർ പലരും വിനയൻ വീട് വിൽക്കാൻ വന്നപ്പോൾ വിലക്കിയതാണ്. ദേവകിയമ്മേ, ഈ കാലത്ത് ആരെയും വിശ്വസിക്കരുത്, സ്വന്തം മകനായാലും കയ്യിലുള്ളത് കളയരുത് എന്ന് ദാമോദരൻ നായർ പറഞ്ഞപ്പോൾ താൻ എത്ര അഭിമാനത്തോടെയാണ് അത് തള്ളിക്കളഞ്ഞത്. എന്റെ മകൻ എന്നെ പൊന്നുപോലെ നോക്കും. അവൻ പഠിച്ചതും വളർന്നതുമെല്ലാം എന്റെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞിട്ടല്ലേ. അവൻ എന്നെ കൈവിടില്ല എന്ന് അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്ന് അവരുടെ നെഞ്ചിൽ ഒരു മുള്ളു പോലെ തറച്ചു. ആ വാക്കാണ് ഇന്ന് തോറ്റുപോയത്. സ്നേഹിച്ചു വളർത്തിയ മകൻ അവരെ ഒരു പാഴ്വസ്തു പോലെ അവിടെ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ എയർപോർട്ടിന്റെ തിരക്ക് കൂടി. സെക്യൂരിറ്റി ജീവനക്കാർ വന്ന് ഓരോരുത്തരെയും പരിശോധിച്ചു തുടങ്ങി. ദേവകിയമ്മയുടെ അടുത്തു വന്ന ഒരു ഉദ്യോഗസ്ഥൻ അല്പം കർക്കശമായി പറഞ്ഞു, അമ്മേ, ഇവിടെ ഇങ്ങനെ കിടക്കാൻ പാടില്ല. യാത്രക്കാരല്ലാത്തവർക്ക് ഇവിടെ ഇരിക്കാൻ അനുവാദമില്ല. പുറത്തേക്ക് പോകൂ. എന്റെ മോൻ വരും, അവൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞതാണ്. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവർ പറഞ്ഞു. അമ്മേ, രാത്രി മുഴുവൻ ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചതാണ്. ആരും വന്നില്ല. അമ്മയുടെ കയ്യിൽ ടിക്കറ്റുമില്ല. വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കാതെ പുറത്തിറങ്ങണം. ആ വാക്കുകൾക്ക് മുന്നിൽ മറുപടി ഉണ്ടായിരുന്നില്ല. എങ്ങോട്ടെന്നില്ലാതെ ഒരു ഭാണ്ഡവും തൂക്കി ദേവകിയമ്മ പുറത്തേക്ക് നടന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നെടുമ്പാശ്ശേരിയിലെ തിരക്കുള്ള റോഡിലൂടെ അവർ ലക്ഷ്യമില്ലാതെ നടന്നു. വിശപ്പും ദാഹവും അവരെ വല്ലാതെ തളർത്തി. കയ്യിൽ ഒരണ പോലുമില്ല. കുറഞ്ഞത് നാട്ടിലേക്ക് ഒരു ബസ് കയറി പോകാൻ പോലും വഴിയില്ല. പോയിട്ട് എന്ത് ചെയ്യാനാണ്? വീടില്ല, സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. നാട്ടുകാരുടെ പരിഹാസച്ചിരി നേരിടാനുള്ള കരുത്ത് ആ അമ്മയ്ക്കില്ലായിരുന്നു. നടന്നു നടന്ന് അവർ ഒരു വലിയ സ്വകാര്യ ആശുപത്രിയുടെ കവാടത്തിന് മുന്നിലെത്തി. തല കറങ്ങുന്നത് പോലെ അവർക്ക് തോന്നി. കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ട് പടർന്നു. വിനയം വരും, എന്റെ മോൻ എന്നെ തേടി വരും. ബോധം മറയുമ്പോഴും ആ പ്രതീക്ഷ മാത്രം അവർ മുറുകെ പിടിച്ചിരുന്നു. കുറെ നേരം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന വെളുത്ത വെളിച്ചമാണ് അവർ കണ്ടത്. മുകളിൽ കറങ്ങുന്ന ഫാൻ. അരികിലൊരു നഴ്സ് BP പരിശോധിക്കുന്നുണ്ട്. തൊട്ടടുത്ത് മാന്യമായി വസ്ത്രം ധരിച്ച ഒരു ദമ്പതികൾ ആശങ്കയോടെ നിൽക്കുന്നു. അമ്മേ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ആ ചെറുപ്പക്കാരൻ അരികിലേക്ക് വന്ന് ചോദിച്ചു. ദേവകിയമ്മ ചുറ്റും നോക്കി. ഞാൻ എവിടെയാ? വിനയൻ എവിടെ? ചെറുപ്പക്കാരൻ സൗമ്യമായി പറഞ്ഞു. അമ്മ റോഡിൽ തളർന്നു വീണതാണ്. ഞങ്ങൾ കാറിൽ വരുമ്പോൾ കണ്ടു. ഉടനെ ഇവിടെ എത്തിച്ചു. പേടിക്കണ്ട. ഡോക്ടർ പറഞ്ഞു ക്ഷീണം കൊണ്ടാണ് വീണതെന്ന്. അമ്മയുടെ കൂടെ ആരുമില്ലേ? അവരുടെ പേര് അരവിന്ദ് എന്നായിരുന്നു. കൂടെയുള്ളത് ഭാര്യ സുമി. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ കുരുന്നുകൾ ദേവകിയമ്മയെ കൗതുകത്തോടെ നോക്കി നിന്നു. ദേവകിയമ്മ മെല്ലെ എഴുന്നേറ്റിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നടന്ന കാര്യങ്ങളെല്ലാം അവർ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ സുമിയുടെ കണ്ണുകളും നനഞ്ഞു. സ്വന്തം അമ്മയോട് ഇങ്ങനെ ചെയ്യാൻ ഒരു മകന് എങ്ങനെ തോന്നി? സുമി ദേഷ്യത്തോടെ ചോദിച്ചു. അരവിന്ദ് ദേവകിയമ്മയുടെ കൈ പിടിച്ചു പറഞ്ഞു. അമ്മേ, തൽക്കാലം എങ്ങോട്ട് പോകുമെന്നോർത്ത് അമ്മ വിഷമിക്കേണ്ട. ഈ അവസ്ഥയിൽ അമ്മയെ ഞങ്ങൾക്ക് വഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല. അമ്മ ഞങ്ങളുടെ കൂടെ വരൂ. അവിടെ സുരക്ഷിതമായി ഇരിക്കാം. ആരോഗ്യം ശരിയാകട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്തു വേണമെന്ന്. ദേവകിയമ്മ അമ്പരന്നു പോയി. വേണ്ട മക്കളെ, നിങ്ങൾ അപരിചിതരല്ലേ. എനിക്ക് നിങ്ങൾക്കൊരു ഭാരമാകാൻ വയ്യ. എങ്ങനെയെങ്കിലും പാലക്കാട് വരെ എത്താൻ ഒരു വഴി പറഞ്ഞു തന്നാൽ മതി. അരവിന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, വിദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് മകൻ കൂടെ കൂട്ടിയപ്പോൾ അമ്മ വിശ്വസിച്ചില്ലേ? അതേപോലെ ഈ മകനെയും വിശ്വസിക്കൂ. അപരിചിതർ എന്ന് പറയരുത്. അമ്മയുടെ മക്കളുടെ സ്ഥാനത്ത് ഞങ്ങളെ കണ്ടാൽ മതി. സുമി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതെ അമ്മേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ ഒരു അമ്മൂമ്മയെ കിട്ടി എന്ന സന്തോഷമേ ഞങ്ങൾക്കുള്ളൂ. സങ്കടപ്പെടരുത്. സ്വന്തം രക്തം ചതിച്ചെടുത്ത് യാതൊരു ബന്ധവുമില്ലാത്ത 2 മനുഷ്യർ സ്നേഹത്തിന്റെ തണൽ വിരിക്കുന്നത് കണ്ടപ്പോൾ ദേവകിയമ്മയ്ക്ക് കരച്ചിൽ അടക്കാനായില്ല. എന്റെ ജീവിതത്തിൽ ഇനി ആരുമില്ല മക്കളെ. ഞാനൊരു പാഴ്മരമാണ്, ആർക്കും വേണ്ടാത്തവളാണ് എന്ന് പറഞ്ഞ് അവർ കരഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങളിൽ ഒരാൾ അവരുടെ മടിയിലേക്ക് വന്നിരുന്നു.
അമ്മൂമ്മ കരയണ്ട, ഞങ്ങളുടെ കൂടെ കളിക്കാലോ എന്നാ കുഞ്ഞു പറഞ്ഞപ്പോൾ ദേവകി അമ്മയുടെ ഉള്ളിലെ നീറ്റലിന് അല്പം ശമനം ലഭിച്ചു. അരവിന്ദന്റെ കാറിൽ കയറി അവരുടെ ഫ്ളാറ്റിലേക്ക് പോകുമ്പോൾ ദേവകിയമ്മ ജനാലിലൂടെ പുറത്തെ ലോകത്തെ നോക്കി. വഞ്ചനയുടെയും ചതിയുടെയും നടുവിലും സ്നേഹം ബാക്കിയുണ്ടെന്ന് ആ മനുഷ്യർ അവരെ പഠിപ്പിക്കുകയായിരുന്നു. എങ്കിലും തന്റെ മകൻ വിനയൻ ഇപ്പോൾ എവിടെയായിരിക്കുമെന്ന ചോദ്യം അവരുടെ ഉള്ളിൽ ഒരു വിങ്ങലായി ബാക്കിയുണ്ടായിരുന്നു. കൊച്ചിയിലെ തിരക്കേറിയ നഗര ജീവിതത്തിനിടയിൽ അരവിന്ദന്റെ ഫ്ളാറ്റ് ദേവകിയമ്മയ്ക്ക് ഒരു ശാന്തമായ അഭയസ്ഥാനമായി മാറി. ജനലിലൂടെ നോക്കിയാൽ കാണുന്ന വാഹനങ്ങളുടെ തിരക്കും ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളും അവർക്ക് തികച്ചും അപരിചിതമായിരുന്നുവെങ്കിലും ആ 4 ചുവർക്കുള്ളിൽ അവർക്ക് ലഭിച്ച സ്നേഹം സമാനതകളില്ലാത്തതായിരുന്നു. സുമിയും അരവിന്ദും സ്വന്തം മാതാപിതാക്കളെ പോലെയാണ് അവരെ കരുതിയത്. അരവിന്ദന്റെ കുഞ്ഞുങ്ങളായ മാധവും മീനാക്ഷിയും ദേവകിയമ്മയുടെ ശ്വാസമായി മാറി. അവർക്ക് നിലാവെളിച്ചത്തിൽ പഴയ ഗ്രാമത്തിലെ കഥകൾ പറഞ്ഞു കൊടുത്തും നാടൻ രുചിയുള്ള വിഭവങ്ങൾ പാകം ചെയ്തു നൽകിയും ദേവകിയമ്മ തന്റെ ഉള്ളിലെ സങ്കടക്കടലിനെ അടക്കി നിർത്താൻ പരമാവധി ശ്രമിച്ചു. എങ്കിലും ഏകാന്തതയുടെ നിമിഷങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. മുറിയുടെ ഇരുളടിഞ്ഞ കോണിലിരുന്ന് അവർ വിനയനെ ഓർത്ത് വിങ്ങും. തന്നെ പെരുവഴിയിൽ തള്ളിയ ആ മകനെ ശപിക്കാൻ ആ അമ്മ മനസ്സിന് കഴിയുമായിരുന്നില്ല. ഒരു വൈകുന്നേരം കുഞ്ഞുങ്ങളെ ഉറക്കിക്കഴിഞ്ഞ് ദേവകിയമ്മ വരാന്തയിൽ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുന്നത് സുമി ശ്രദ്ധിച്ചു. മങ്ങിയ വെളിച്ചത്തിൽ അവരുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ണീരാണെന്ന് തിരിച്ചറിയാൻ സുമിക്ക് അധിക നേരം വേണ്ടി വന്നില്ല. സുമി പതുക്കെ അവരുടെ അരികിൽ വന്നിരുന്നു. വിറയ്ക്കുന്ന ആ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി ചേർത്തു പിടിച്ചു. അമ്മേ, എന്തിനാണ് ഇപ്പോഴും ആ പഴയ ഓർമ്മകളിൽ ഇങ്ങനെ നീറുന്നത്? അമ്മയുടെ കണ്ണീർ കാണുമ്പോൾ ഞങ്ങളുടെ ഉള്ളും പിടയുകയാണ്. വിനയൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റാണമ്മേ. സ്വന്തം രക്തമായിരുന്നിട്ടും ആ അമ്മ മനസ്സിന്റെ വില അവൻ അറിഞ്ഞില്ലല്ലോ. എന്ത് തെറ്റാണ് അമ്മ അവനോട് ചെയ്തത്? ചോര നീരാക്കി അവനെ വളർത്തിയതാണോ അമ്മ ചെയ്ത പാപം? സുമി വികാരധീനയായി ചോദിച്ചു. ദേവകിയമ്മ ദീർഘമായി ഒന്ന് നെടുവീർപ്പിട്ടു. തന്റെ ഉള്ളിൽ കാലങ്ങളായി ഒളിപ്പിച്ചു വെച്ച ആ സത്യം വെളിപ്പെടുത്താനുള്ള സമയമായെന്ന് അവർക്ക് തോന്നി. സുമിയുടെ മുഖത്തേക്ക് നോക്കി അതീവ ഗൗരവത്തോടെ അവർ പറഞ്ഞു, മോളെ, വിനയൻ എന്റെ സ്വന്തം മകനല്ല. സുമി ഞെട്ടിപ്പോയി. അപ്പുറത്ത് ചായയുമായി വന്ന അരവിന്ദും ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. കയ്യിലെ കപ്പ് മേശപ്പുറത്ത് വെച്ച് അവൻ അവർക്കരികിലേക്ക് വന്നു. ദേവകിയമ്മ തുടർന്നു, അവൻ എന്റെ ഗർഭപാത്രത്തിൽ ജനിച്ചവനല്ല മക്കളെ, പക്ഷെ എന്റെ നെഞ്ചിലെ ചൂടറിഞ്ഞു വളർന്നവനാണ്. വിനയന്റെ അച്ഛൻ രാഘവേട്ടൻ എന്നെ വിവാഹം കഴിക്കുമ്പോൾ വിനയന് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ അമ്മ പ്രസവത്തോടെ മരിച്ചു പോയതാണ്. അന്നു മുതൽ അവനെ ഞാൻ എന്റെ സ്വന്തം രക്തമായി തന്നെ കണ്ടു. ഒരമ്മ തന്റെ കുഞ്ഞിന് നൽകിയിരുന്നതിനേക്കാൾ വലിയ സ്നേഹം ഞാൻ അവന് നൽകി. അവന് വേണ്ടി ഞാൻ എന്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചു. പക്ഷേ അവൻ എന്നോട് അന്നും ഇന്നും ഒരു വല്ലാത്ത അകൽച്ചയുണ്ടായിരുന്നു. എങ്കിലും അവൻ എന്നെ ഇത്ര വലിയൊരു ചതിയിൽപ്പെടുത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മോളെ. മകനായി കണ്ടിട്ടേയുള്ളൂ. ഒരിക്കലും ഒരു രണ്ടാനമ്മയുടെ വിവേചനം ഞാൻ അവനോട് കാണിച്ചിട്ടില്ല. അരവിന്ദ് അവരുടെ അരികിലിരുന്ന് പതുക്കെ ചോദിച്ചു, അമ്മേ, അപ്പോൾ അമ്മയ്ക്ക് സ്വന്തമായി മക്കളില്ലേ? അമ്മയുടെ ചോരയിൽ പിറന്ന ആരും ഈ ലോകത്തില്ലേ? ദേവകിയമ്മയുടെ കണ്ണുകളിൽ ഒരു മിന്നലാട്ടമുണ്ടായി. ഉണ്ട് മക്കളെ, എനിക്ക് 2 മക്കളുണ്ട്, രാഹുലും രോഹിത്തും, എന്റെ ആദ്യ വിവാഹത്തിലെ മക്കൾ. അവർ എവിടെ അമ്മേ? എന്നിട്ട് അവർ എന്തുകൊണ്ട് അമ്മയെ തേടി വന്നില്ല? സ്വന്തം അമ്മ ഇങ്ങനെ അനാഥയായി എന്നവർ അറിഞ്ഞോ? സുമി ആകാംക്ഷയോടെയും വേദനയോടെയും ചോദിച്ചു. ആ അമ്മയുടെ ശബ്ദമിടറി. അതൊരു വലിയ കഥയാണ് മോളെ. എന്റെ ആദ്യ ഭർത്താവിന്റെ അകാല മരണശേഷം എനിക്ക് വലിയൊരു തകർച്ച നേരിട്ടു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ രാഘവേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. എന്റെ മക്കളെ വിട്ടുപിരിയാൻ വയ്യാതെ ഞാൻ കെഞ്ചി. പക്ഷെ ആ വീട്ടുകാർക്ക് എന്റെ മക്കളെ വിട്ടുതരാൻ സമ്മതമല്ലായിരുന്നു. 2ാം വിവാഹം കഴിക്കുന്ന സ്ത്രീക്ക് മക്കളെ വിട്ടുകൊടുക്കില്ലെന്ന് അവർ വാശി പിടിച്ചു. അങ്ങനെ എന്റെ കരൽ പറിച്ചെടുക്കുന്ന വേദനയോടെ എനിക്ക് അവരെ അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. അവർ വളർന്നത് അവരുടെ അച്ഛന്റെ വീട്ടുകാരുടെ കൂടെയാണ്. എന്നെ കാണാനോ സംസാരിക്കാനോ അവർക്ക് വർഷങ്ങളോളം അനുവാദമില്ലായിരുന്നു. എന്നിട്ട് അമ്മ പിന്നീട് അവരെ കണ്ടിട്ടില്ലേ? മക്കൾ അമ്മയെ മറന്നോ? അരവിന്ദ് ചോദിച്ചു. ഇല്ല, അവർ മറന്നിട്ടില്ല. അവർ മുതിർന്നപ്പോൾ എന്നെ രഹസ്യമായി വിളിക്കാൻ തുടങ്ങി. വിനയനോ രാഘവേട്ടനോ അറിയാതെ ഞാൻ അവരോട് ഫോണിൽ സംസാരിക്കുമായിരുന്നു. അവർ ഇപ്പോൾ വിദേശത്താണ്, നല്ല നിലയിലാണ് കഴിയുന്നത്. എന്നെ അവർ എന്നും വിളിക്കും. പക്ഷെ അവരോട് ഞാൻ ഇപ്പോഴും വലിയ കള്ളമാണ് പറയുന്നത്. വിനയൻ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നും ഞാൻ സുഖമായി നീലമംഗലത്തെ ആ പഴയ വീട്ടിൽ കഴിയുന്നുണ്ടെന്നും ഞാൻ അവരോട് നുണ പറഞ്ഞു. എന്റെ സങ്കടങ്ങൾ കേട്ടാൽ അവർ തകർന്നു പോകും മക്കളെ. അവർക്ക് ഞാനൊരു ഭാരമാകാൻ പാടില്ല.
അതുകൊണ്ടാണ് വിനയൻ എന്നെ എയർപോർട്ടിൽ ഉപേക്ഷിച്ച കാര്യം പോലും ഞാൻ അവരോട് പറയാത്തത്. സ്വന്തം അമ്മ തെരുവിൽ നിൽക്കുന്നു എന്നറിഞ്ഞാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല. സുമി അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും ആ അമ്മയെ നോക്കി നിന്നു. അമ്മേ, ഇത്രയും വലിയ സങ്കടം ഉള്ളിൽ വെച്ചാണോ അമ്മ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ചിരിച്ചു കളിക്കുന്നത്? വിനയൻ ചെയ്ത ഈ വലിയ ചതി അമ്മയ്ക്ക് രാഹുലിനോടോ രോഹിത്തിനോടോ പറയാമായിരുന്നില്ലേ? അവർ അമ്മയെ താങ്ങുമായിരുന്നില്ലേ? വേണ്ട മോളെ, വിനയനെ അവർ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കില്ല. അവൻ എന്നോട് ചെയ്തത് എന്ത് തന്നെയായാലും അവൻ വളർന്നത് എന്റെ കയ്യിലല്ലേ? പണ്ട് മക്കളെ വിട്ടുപിരിഞ്ഞപ്പോൾ അനുഭവിച്ച അതേ വേദനയാണ് ഇന്ന് വിനയൻ എന്നെ ഉപേക്ഷിച്ചപ്പോഴും തോന്നുന്നത്. ചിലപ്പോൾ ദൈവം എനിക്ക് തന്ന ശിക്ഷയായിരിക്കും ഇത്. സ്വന്തം മക്കളെ അന്ന് സാഹചര്യങ്ങൾ കൊണ്ട് വിട്ടുപിരിഞ്ഞതിന് ഇന്ന് മറ്റൊരു മകൻ എന്നെയും ഉപേക്ഷിച്ചു. ഇതെന്റെ വിധിയാണ് മോളെ. ദേവകിയമ്മ വിങ്ങിപ്പൊട്ടി. അരവിന്ദ് ആ അമ്മയുടെ തോളിൽ ചേർത്ത് പിടിച്ചു. അമ്മ ചെയ്തത് ത്യാഗമാണ്, ഒരിക്കലും ഒരു തെറ്റല്ല. ആ മക്കൾ സത്യം അറിഞ്ഞാൽ അമ്മയെ ഒരിക്കലും കൈവിടില്ല. സ്വന്തം അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അറിയാതെ അവർ അവിടെ സുഖമായി ഇരിക്കുന്നത് ശരിയാണോ? സത്യം പറയണം അമ്മേ. അവർ സുഖമായി ഇരിക്കട്ടെ മക്കളെ. എന്റെ ആയുസ് തീരുന്നത് വരെ ഞാൻ ഇത് അവരോട് പറയില്ല. എനിക്കിപ്പോൾ നിങ്ങളുണ്ടല്ലോ. വിനയൻ എന്നെ ചതിച്ചാലും ദൈവം നിങ്ങളെപ്പോലെയുള്ള മാലാകമാരെ എന്റെ അടുത്തേക്ക് അയച്ചില്ലേ? സ്നേഹം എവിടെ നിന്നായാൽ അത് നൽകാൻ ദൈവം ആരെയെങ്കിലും അയക്കും. ദേവകിയമ്മ സുമിയുടെ കൈകളിൽ മുത്തി. ആ രാത്രി അരവിന്ദനും സുമിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദേവകിയമ്മയുടെ ജീവിതത്തിലെ ആ വലിയ രഹസ്യം അവരുടെ ഉള്ളിൽ ഒരു കനൽ പോലെ നിന്നു. സ്നേഹക്കൂട് തകരാതിരിക്കാൻ തന്റെ ദുഃഖങ്ങൾ ഒരു മഹാസമുദ്രം പോലെ ഉള്ളിൽ ഒളിപ്പിച്ച ആ അമ്മയോടുള്ള ബഹുമാനം അവർക്ക് ഇരട്ടിയായി. സ്വന്തം മക്കൾക്കായി ജീവിക്കുകയും ഒടുവിൽ ആർക്കും ബാധ്യതയാകാതെ സ്വയം ഉരുകിത്തീരുകയും ചെയ്യുന്ന മാതൃത്വത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു ആ അമ്മ. എങ്കിലും കാലം കാത്തുവെച്ച മറ്റൊരു നിയോഗം ദേവകിയമ്മയെ തേടി വരുന്നുണ്ടായിരുന്നു. വിധി അവർക്കായി വലിയൊരു അത്ഭുതം കരുതി വെച്ചിരുന്നു. ആ മൂടിവെച്ച രഹസ്യങ്ങൾ പുറത്തു വരുന്ന ഒരു ദിവസം വിദൂരമായിരുന്നില്ല. സ്നേഹം ചിലപ്പോൾ ഏറ്റവും അപ്രതീക്ഷിത വഴികളിലൂടെ നമ്മെ തേടിയെത്തും. കൊച്ചിയിലെ മാസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ഇതിനിടയിൽ അരവിന്ദ് ലണ്ടനിലെ ഹെഡ് ഓഫീസിലേക്ക് വലിയൊരു പ്രമോഷൻ ലഭിച്ചു. അവിടെ സ്ഥിരമായി താമസിക്കേണ്ടി വരുമെന്ന സാഹചര്യമായപ്പോൾ അരവിന്ദും സുമിയും ദേവകിയമ്മയുടെ അരികിലെത്തി. അവരുടെ കണ്ണുകളിൽ സ്നേഹവും അല്പം ആശങ്കയും ഉണ്ടായിരുന്നു. അമ്മേ, ഞങ്ങൾക്ക് ലണ്ടനിലേക്ക് പോകേണ്ടി വരും. അമ്മയെ ഇവിടെ ആരെയും ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. അമ്മയും ഞങ്ങളുടെ കൂടെ വരണം. വിനയൻ ഉപേക്ഷിച്ച ആ എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മുടെ ബന്ധം. അത് മരണം വരെ ഇങ്ങനെ തന്നെ ഉണ്ടാവണം. അരവിന്ദ് വൈകാരികമായി പറഞ്ഞു. ദേവകിയമ്മ മടിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, എന്തിനാണ് എന്നെപ്പോലൊരു കിഴവിയെ ഇത്ര ദൂരം കഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്നത്? ഞാൻ ഇവിടെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കഴിഞ്ഞുകൊള്ളാം. സുമി അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അമ്മേ, അങ്ങനെ പറയരുത്. ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മൂമ്മയില്ലാതെ ഒരു നിമിഷം നിൽക്കാൻ കഴിയില്ല. അമ്മ ഞങ്ങളുടെ കൂടെ വരണം. അമ്മയെ തനിച്ചാക്കി പോയാൽ ഞങ്ങൾക്ക് അവിടെ സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. അമ്മ ഞങ്ങളുടെ പെറ്റമ്മയെ പോലെ തന്നെയല്ലേ? സുമിയുടെ ആ വിളിയിൽ ദേവകിയമ്മ തോറ്റുപോയി. അങ്ങനെ വിനയനോടൊപ്പം പോകാൻ സ്വപ്നം കണ്ട ആ വിദേശയാത്ര അവർ അരവിന്ദിനും കുടുംബത്തിനോടൊപ്പം നടത്തി. ലണ്ടനിലെ ആകാശത്തിന് നാട്ടിലെ പോലെ തെളിച്ചമില്ലായിരുന്നു. എപ്പോഴും പെയ്യുന്ന മഞ്ഞും തണുപ്പും അവരുടെ മനസ്സിലെ ഗൃഹാതുരത്വത്തെ ഉണർത്തി. ആ തണുപ്പിലും ദേവകിയമ്മയുടെ ഉള്ളം പഴയ ഗ്രാമത്തെയും തന്റെ 3 മക്കളെയും ഓർത്ത് നീറിക്കൊണ്ടിരുന്നു. രാഹുലും രോഹിത്തും ഈ നഗരത്തിൽ എവിടെയോ ഉണ്ടെന്ന ചിന്ത അവരെ ഓരോ നിമിഷവും അസ്വസ്ഥരാക്കി. എന്റെ മക്കൾ ഇതിലൂടെ എപ്പോഴെങ്കിലും നടന്നു പോകുന്നുണ്ടാകുമോ? അവർ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി വിതുമ്പി. എങ്കിലും അരവിന്ദന്റെ സന്തോഷം കെടുത്താതിരിക്കാൻ അവരെല്ലാം ഉള്ളിലൊതുക്കി ചിരിക്കാൻ ശ്രമിച്ചു. ഒരു ശനിയാഴ്ച വൈകുന്നേരം വെളുത്ത മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സമയം അരവിന്ദന്റെ വീടിനു മുന്നിൽ കറുത്ത നിറത്തിലുള്ള ഒരു ആഡംബര കാർ വന്നു നിന്നു. ജനലിലൂടെ നോക്കിയ ദേവകിയമ്മ ആരെയാണ് പ്രതീക്ഷിക്കേണ്ടതെന്നറിയാതെ അമ്പരന്നു. കാറിൽ നിന്നിറങ്ങിയ ആ 2 യുവാക്കളെ കണ്ടപ്പോൾ ദേവകിയമ്മയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ആ നടത്തം, ആ രൂപം, വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കൈകളിൽ നിന്ന് പറിച്ചെറിയപ്പെട്ട തന്റെ സ്വന്തം ചോര. വാതിൽ തുറന്ന് അവർ അകത്തേക്ക് വന്നതും ദേവകിയമ്മ തളർന്ന് സോഫയിൽ ഇരുന്നു പോയി. അമ്മേ എന്നൊരൊറ്റ വിളി അന്തരീക്ഷത്തിൽ മുഴങ്ങി. വർഷങ്ങളുടെ കാത്തിരിപ്പും സങ്കടവും ആ വിളിയിൽ അലിഞ്ഞു ചേർന്നു. അവർ 2 പേരും ഓടിവന്ന് ആ അമ്മയുടെ കാൽക്കൽ വീണു. എന്റെ മക്കളോ? ഇതെന്റെ രാഹുലും രോഹിത്തും തന്നെയല്ലേ? ഭഗവാനെ, ഞാൻ സ്വപ്നം കാണുകയല്ലോ. ദേവകിയമ്മ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവരുടെ മുഖം തഴുകി. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കൂ. അമ്മയെ ഇത്രയും കാലം ഒറ്റക്കാക്കിയതിന്. ഇത്രയും ദൂരത്ത് അമ്മ വന്നിട്ടും ഞങ്ങളെ അറിയിച്ചില്ലല്ലോ.
അമ്മ കഷ്ടപ്പെടുകയായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ അമ്മേ. രാഹുൽ അവരുടെ മടിയിൽ തലവെച്ചു കരഞ്ഞു. ആ നിമിഷം ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളും അവർ മറന്നു. മക്കളെ കെട്ടിപ്പിടിച്ച് ആ അമ്മ തേങ്ങിക്കരഞ്ഞു. നിങ്ങളെ കാണാതെ ഒരു നിമിഷം പോലും ഞാൻ ഇരുന്നിട്ടില്ല മക്കളെ. എന്റെ പ്രാർത്ഥനകൾ ദൈവം കേട്ടു. സുമിയും അരവിന്ദും ദൂരെ മാറി നിന്ന് ആ പുണ്യ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു. സന്തോഷം അല്പം അടങ്ങിയപ്പോൾ രാഹുൽ ദേവകിയമ്മയുടെ കൈപിടിച്ചു. അമ്മേ, അമ്മ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അമ്മയെ കാണാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. അയാൾക്ക് അമ്മയോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അമ്മ അവനോട് ദേഷ്യപ്പെടരുത്. രാഹുൽ പുറത്തേക്ക് നോക്കി ആംഗ്യം കാണിച്ചു. കാറിന്റെ പിൻവാതിൽ തുറന്ന് മറ്റൊരു രൂപം മെല്ലെ പുറത്തിറങ്ങി. അത് വിനയനായിരുന്നു. വിനയനെ കണ്ടതും ദേവകിയമ്മയുടെ ഉള്ളിൽ ഭയവും സങ്കടവും കലർന്നൊരു വികാരം അലയടിച്ചു. തന്നെ പെരുവഴിയിൽ ഉപേക്ഷിച്ച മകനെ കാണാൻ അവർ തയ്യാറായിരുന്നില്ല. വിനയൻ വിറയ്ക്കുന്ന കാലുകളോടെ അകത്തേക്ക് വന്നു. ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ അവന് ധൈര്യമില്ലായിരുന്നു. അവൻ അമ്മയുടെ പാദങ്ങളിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാനൊരു രാക്ഷസനായി പോയി. അമ്മയെ ഞാൻ അന്ന് ആ എയർപോർട്ടിൽ തനിച്ചാക്കിയത് വലിയൊരു പാപമാണ്. പക്ഷെ അമ്മേ. ദേവകിയമ്മ മുഖം തിരിച്ചു. നീ എന്തിനാണ് വിനയ എന്റെ അടുത്തേക്ക് വീണ്ടും വന്നത്? എല്ലാം തട്ടിയെടുത്തപ്പോൾ നിനക്ക് മടുത്തില്ലേ? ഇനി എന്റെ കയ്യിൽ എന്റെ കണ്ണുനീർ മാത്രമേ ബാക്കിയുള്ളൂ. നീ ചെയ്ത ചതി എന്റെ ശ്വാസം നിലപ്പിക്കുമായിരുന്നു. അപ്പോൾ രാഹുൽ ഇടപെട്ടു. അമ്മേ, അമ്മ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. വിനയൻ ലണ്ടനിൽ വന്നത് ഞങ്ങളുടെ കമ്പനിയിലേക്കാണ്. അവന്റെ ജോയിനിങ് രേഖകളിൽ അമ്മയുടെ പേരും ഗ്രാമത്തിന്റെ പേരും കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി. ഞങ്ങൾ അവനെ ചോദ്യം ചെയ്തപ്പോൾ അവനെല്ലാം തുറന്നു പറഞ്ഞു. അവൻ അമ്മയുടെ മകനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ ആ നിമിഷം അവനെ കൊല്ലാനുള്ള ദേഷ്യമാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ അവന്റെ സങ്കടം കണ്ടപ്പോൾ ഞങ്ങൾ തളർന്നുപോയി. എന്നിട്ട്? ദേവകിയമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. രോഹിത് തുടർന്നു. അമ്മേ, വിനയൻ അമ്മയെ ഉപേക്ഷിച്ചത് വെറുപ്പ് കൊണ്ടായിരുന്നില്ല, ഭയം കൊണ്ടായിരുന്നു. സ്വന്തം മക്കളെ ഉപേക്ഷിച്ച അമ്മ എന്നെങ്കിലും തന്നെയും ഉപേക്ഷിക്കുമെന്ന് അവൻ ഭയന്നു. സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള ഭ്രാന്തായിരുന്നു അതമ്മേ. ആ ഉപേക്ഷിക്കപ്പെടലിന്റെ വേദന അമ്മയെയും ബോധ്യപ്പെടുത്താനാണ് അവൻ അങ്ങനെ ചെയ്തത്. പക്ഷേ അവൻ അമ്മയെ വഴിയിൽ ഉപേക്ഷിച്ചിരുന്നില്ല. അരവിന്ദനെ അമ്മയുടെ അടുത്തേക്ക് അയച്ചത് വിനയനാണ്. അരവിന്ദ് ഞങ്ങളുടെ ഉറ്റ സുഹൃത്താണ്. അമ്മ സുരക്ഷിതമായ കൈകളിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വിനയൻ ഇങ്ങോട്ട് വിമാനം കയറിയത്. അമ്മയെ ഇവിടെ എത്തിക്കാനുള്ള എല്ലാ പദ്ധതികളും വിനയന്റേതായിരുന്നു. അമ്മയെ ഞങ്ങളുമായി ഒന്നിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൻ ചെയ്തത് തെറ്റായ രീതിയിലാണെങ്കിലും ലക്ഷ്യം അമ്മയെ ഞങ്ങളുടെ അടുത്തെത്തിക്കുക എന്നതായിരുന്നു. ദേവകിയമ്മ ഞെട്ടിപ്പോയി. അവർ അരവിന്ദനെ നോക്കി. അരവിന്ദ് തല കുനിച്ച് സമ്മതിച്ചു. അമ്മേ, വിനയൻ എന്നെ വിളിച്ച് അമ്മയുടെ കാര്യം പറയുമ്പോൾ അവന് വലിയ വിഷമമായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് അരവിന്ദ്, നീ നോക്കണം എന്നവൻ കേണപേക്ഷിച്ചു. അമ്മയെ തനിച്ചാക്കിയതിൽ അവൻ ഓരോ നിമിഷവും നീറുകയായിരുന്നു. അമ്മയെ സുരക്ഷിതമായി ഈ മക്കളുടെ അടുത്തെത്തിക്കാനുള്ള ഒരു നാടകമായിരുന്നു ആ എയർപോർട്ടിലെ ഉപേക്ഷിക്കൽ. വിനയൻ വിങ്ങിക്കരഞ്ഞു. അമ്മേ, എനിക്ക് അമ്മയെ നഷ്ടപ്പെടുമോ എന്ന പേടിയായിരുന്നു. പണ്ട് ആ മക്കളെ വിട്ടതുപോലെ എന്നെയും വിടുമെന്ന് ഞാൻ കരുതി. പക്ഷെ അമ്മയുടെ സ്നേഹം എത്ര വലുതാണെന്ന് ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അമ്മയുടെ സ്വന്തം മക്കൾ എന്നേക്കാൾ നന്നായി അമ്മയെ നോക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ ചതിയിലൂടെയെങ്കിലും നിങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. എന്നോട് ക്ഷമിക്കൂ അമ്മേ. ദേവകിയമ്മയുടെ ഉള്ളിലെ ദേഷ്യം മഞ്ഞുപോലെ ഉരുകി. അവർ വിനയനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എടാ മോനെ, ഇതിന് നീ ഇത്ര വലിയ ചതി ചെയ്യണമായിരുന്നോ? എന്റെ ഹൃദയം നിലച്ചു പോകുമെന്ന് നീ കരുതിയില്ലേ? നിന്നെ ഞാൻ എന്റെ സ്വന്തം മകനായിട്ടല്ലേ കണ്ടത്? അവർ അവനെ ചേർത്ത് പിടിച്ചു. സ്വന്തം മക്കളെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു അമ്മയുടെ ശാപം തീരുകയായിരുന്നു അവിടെ. 3 മക്കളും ഒരുമിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ദേവകിയമ്മയ്ക്ക് തന്റെ ജീവിതം പൂർണ്ണമായതുപോലെ തോന്നി. എന്റെ 3 മക്കളും എന്റെ കൂടെ ഉണ്ടല്ലോ. ഇനി എനിക്ക് മരിച്ചാലും സങ്കടമില്ല. ആഡംബരങ്ങളും സമ്പത്തുമല്ല, മക്കളുടെ സ്നേഹമാണ് ഏറ്റവും വലിയ നിധിയെന്ന് ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരും തിരിച്ചറിഞ്ഞു. സത്യങ്ങൾ വെളിപ്പെട്ട ആ രാത്രി ലണ്ടനിലെ തണുപ്പിനേക്കാൾ ഊഷ്മളമായ സ്നേഹത്തിന്റെ തണലിലായിരുന്നു ആ കുടുംബം. സത്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നപ്പോൾ ദേവകിയമ്മ ശരിക്കും സ്തബ്ധയായി പോയി. ഇത്രയും കാലം തന്റെ നെഞ്ചിൽ ഭാരമായിരുന്ന ആ കരിനിഴൽ ഒരു നിമിഷം കൊണ്ട് കെട്ടുപോയതുപോലെ അവർക്ക് തോന്നി. വിനയൻ തന്നെ വെറുത്തതല്ല, മറിച്ച് തന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയവും അരക്ഷിതാവസ്ഥയുമാണ് അവനെ ആ കഠിനമായ ചതിക്ക് പ്രേരിപ്പിച്ചത് എന്നറിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ സങ്കടത്തോടൊപ്പം ഒരമ്മയുടെ വാത്സല്യവും തിരതല്ലി. ലണ്ടനിലെ ആ വലിയ മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. വിനയൻ ഇപ്പോഴും ആ അമ്മയുടെ പാദങ്ങളിൽ തല ചായ്ച്ചു വിങ്ങിക്കരയുകയാണ്. അമ്മേ, എന്നോട് ക്ഷമിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഞാൻ ചെയ്തത് അത്ര വലിയ പാപമാണ്.
വിനയൻ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. പക്ഷെ അമ്മയെ അന്ന് ആ എയർപോർട്ടിൽ ഒറ്റയ്ക്കാക്കി ദൂരേക്ക് നടക്കുമ്പോൾ ഓരോ ചുവടിലും എന്റെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അമ്മ തളർന്നു വീഴുന്നത് കണ്ടപ്പോൾ എല്ലാം മറന്ന് ഓടി വന്ന അമ്മയെ കെട്ടിപ്പിടിക്കാൻ എന്റെ കൈകൾ നീണ്ടതാണ്. പക്ഷെ അരവിന്ദ് അവിടെ കൃത്യസമയത്ത് എത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അമ്മയുടെ സ്നേഹം രാഹുലും രോഹിത്തും പങ്കെടുത്തെടുക്കുമോ എന്ന ഭയമായിരുന്നു എനിക്ക്. എന്റെ അമ്മ എന്ന സ്വാർത്ഥത എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റി. അമ്മയെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന പേടിയിൽ ഞാൻ ചെയ്ത ക്രൂരതയാണിത്. പക്ഷെ അമ്മയുടെ സ്നേഹം ആകാശത്തെ പോലെ വിശാലമാണെന്നും അത് പങ്കുവെച്ച ഒരിക്കലും കുറഞ്ഞു പോകുന്ന ഒന്നല്ല എന്നും ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഇനിയുള്ള കാലം ഈ മകന് അമ്മയുടെ തണലിൽ കഴിയാൻ ഒരവസരം കൂടി തരുമോ? വിനയന്റെ വിങ്ങൽ കേട്ട് രാഹുലും രോഹിത്തും അവന്റെ അരികിലേക്ക് വന്നു. അവർ അവന്റെ തോളിൽ കൈവച്ചു. രാഹുൽ വൈകാരികമായി പറഞ്ഞു, വിനയ, നീ ചെയ്ത വഴി തെറ്റായിരുന്നിരിക്കാം. പക്ഷെ നിന്റെ ഉള്ളിലെ ആ പാവം മകനെ ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നു. അമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു തന്നതിന് ഞങ്ങൾ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാലം ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ സ്നേഹമാണ്. ഇനി മുതൽ ഈ വീട്ടിൽ ഞങ്ങൾ 2 പേരല്ല, നമ്മൾ 3 പേരും ഒരേ അമ്മയുടെ മക്കളാണ്. നിനക്ക് ലഭിക്കാതെ പോയ ആ പഴയ സഹോദര സ്നേഹം ഞങ്ങൾ നിനക്ക് തിരിച്ചു നൽകും. നീ ഒരിക്കലും ഇനി ഒറ്റയ്ക്കല്ല. രോഹിത് ദേവകി അമ്മയുടെ കൈപിടിച്ചു പറഞ്ഞു. അമ്മേ, കണ്ടില്ലേ, ഈ വിദേശ രാജ്യത്തെ മഞ്ഞിലും ഞങ്ങൾ മക്കൾ 3 പേരും അമ്മയുടെ ചൂടേറ്റു നിൽക്കുന്നു. ഇതാണ് അമ്മയുടെ വിജയം. അമ്മയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ ഒന്നിച്ചു ചേർത്തത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ദേവകിയമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവർ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വിനയനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവന്റെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് അവർ വിതുമ്പി. മോനെ, നീ എന്റെ വയറ്റിൽ ജനിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നിനക്ക് എന്നോട് ഇത്രയും ഭയം തോന്നിയിരുന്നോ? സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ അത്രയ്ക്ക് തോൽപ്പിച്ചു കളഞ്ഞോ? എനിക്ക് രാഹുലും രോഹിത്തും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീയും. എന്റെ മാറിൽ ചുരന്ന പാല് നിന്നെ വളർത്തിയില്ലെങ്കിലും ഞാൻ എന്റെ സ്നേഹം മുഴുവനും തന്നത് നിനക്കല്ലേ. സ്നേഹം ഒരിക്കലും അളന്നു തൂക്കി നൽകാൻ കഴിയില്ലടാ. നീയും എന്റെ ജീവന്റെ ഭാഗമാണ്. ഈ മക്കളെയെല്ലാം ഒന്നിച്ചു കാണാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം എല്ലാം സഹിച്ചത്. പിന്നീട് നടന്നത് ആ കുടുംബത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. രാഹുലും രോഹിത്തും താമസിച്ചിരുന്ന ലണ്ടനിലെ വലിയ വീട്ടിലേക്ക് ദേവകിയമ്മ താമസം മാറി. വിനയനും അവർക്കൊപ്പം ചേർന്നു. അരവിന്ദും സുമിയും കുഞ്ഞുങ്ങളും ആ കുടുംബത്തിന്റെ വേർപെടുത്താനാവാത്ത ഭാഗമായി എന്നും കൂടെയുണ്ടായിരുന്നു. ആ വീട്ടിലിപ്പോൾ സന്തോഷത്തിന്റെ പുതിയൊരു പ്രകാശമാണ്. പഴയ കാലത്തെ കൈപ്പേറിയ വേദനകളൊക്കെ ആ കറുത്ത സ്വപ്നം പോലെ മാഞ്ഞു പോയിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ ലണ്ടനിലെ ആകാശത്ത് സന്ധ്യ മയങ്ങുമ്പോൾ ദേവകിയമ്മ തന്റെ വീടിന്റെ വലിയ ബാൽക്കണിയിലിരിക്കും. അരികിൽ മാധവും മീനാക്ഷിയും പിന്നെ രാഹുലിന്റെയും രോഹിത്തിന്റെയും കൊച്ചു കുഞ്ഞുങ്ങളും കളിക്കുന്നുണ്ടാകും. അവർക്ക് പാലക്കാടൻ ഗ്രാമത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ദേവകിയമ്മയുടെ മുഖത്ത് സ്വർഗീയമായൊരു തിളക്കമുണ്ടാകും. ഒരു ദിവസം സന്ധ്യയ്ക്ക് വിനയൻ അമ്മയുടെ അരികിൽ വന്നിരുന്നു. അവന്റെ കയ്യിൽ ആ പഴയ വീടിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അമ്മേ, നീലമംഗലത്തെ ആ പഴയ വീട് വിറ്റതിൽ അമ്മയ്ക്ക് ഇപ്പോഴും സങ്കടമുണ്ടോ? ആ പറമ്പും തൊടിയും ആ ചായപ്പീടികയും ഒക്കെ അമ്മയ്ക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു. ഞാൻ കാരണം അത് നഷ്ടപ്പെട്ടതിൽ അമ്മ എന്നോട് ക്ഷമിക്കില്ലേ? ദേവകിയമ്മ വിനയന്റെ കൈകൾ തഴുകിക്കൊണ്ട് വാത്സല്യത്തോടെ ചിരിച്ചു. ഇല്ല മോനെ, അന്ന് ആ പടിയിറങ്ങുമ്പോൾ എന്റെ ഹൃദയം പിളരുന്ന വേദനയായിരുന്നു. എന്റെ വേരുകൾ അവിടെയാണെന്ന് ഞാൻ കരുതി. പക്ഷെ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, മണ്ണും കെട്ടിടവും വിറ്റാൽ നമുക്ക് പണം തിരിച്ചു കിട്ടും. പക്ഷെ മക്കളുടെ സ്നേഹം തകർന്നു പോയാൽ അത് ലോകത്ത് ഒരിടത്തും കിട്ടില്ല. ആ പഴയ വീട് പോയത് കൊണ്ടല്ലേ എനിക്ക് എന്റെ 3 മക്കളെയും ഒരുമിച്ച് കിട്ടിയത്. എന്റെ പഴയ വീടിനേക്കാൾ വലിയൊരു സ്നേഹക്കൂട് എന്റെ മക്കളുടെ ഹൃദയത്തിൽ എനിക്കുണ്ടല്ലോ. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. എനിക്കിപ്പോൾ പരാതികളില്ല മോനെ, സന്തോഷം മാത്രം. അപ്പോഴേക്കും രാഹുലും രോഹിത്തും അങ്ങോട്ട് കടന്നു വന്നു. രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തെങ്കിലും നാട്ടിലെ മണ്ണ് ചവിട്ടണമെന്ന് തോന്നുമ്പോൾ പറയണം. ആ വീടിനേക്കാൾ വലിയൊരു വീട് നീലമംഗലത്ത് നമുക്ക് പണിയാം. നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയി താമസിക്കാം. അമ്മയെ ഞങ്ങൾ ഇനി ഒരു നിമിഷം പോലും ഒറ്റയ്ക്കോ സങ്കടത്തിലോ വിടില്ല. അമ്മയുടെ സന്തോഷമാണ് ഞങ്ങളുടെ ലക്ഷ്യം. സുമിയും അരവിന്ദും ചായയുമായി അവിടേക്ക് വന്നു. ആ മുറ്റത്ത് കുഞ്ഞുങ്ങളുടെ ചിരിയും മുതിർന്നവരുടെ സ്നേഹ സംഭാഷണങ്ങളും നിറഞ്ഞു. സ്നേഹത്തിന് വിദ്വേഷത്തെയും ഭയത്തെയും കീഴടക്കാൻ കഴിയുമെന്ന് ആ അമ്മ തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. സാഹചര്യങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞു പോയവർ മനസ്സിന്റെ നന്മ കൊണ്ട് വീണ്ടും ഒന്നിച്ചു. ദേവകിയമ്മ ദൂരേക്ക് നോക്കി. അവിടെ ചക്രവാളത്തിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങിയിരുന്നു. ജീവിതം ചിലപ്പോൾ കഠിനമായി പരീക്ഷിക്കും. വഴിയറിയാതെ ദൂരങ്ങളിലേക്ക് നമ്മെ ഉപേക്ഷിച്ചു എന്ന് തോന്നും. പക്ഷെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു തരിനാളം കെടാതെ സൂക്ഷിച്ചാൽ
അത് നമ്മെ സുരക്ഷിതമായ തീരത്തെത്തിക്കും. നീലമംഗലത്തെ ആ തറവാട് വീടിന്റെ ഓർമ്മകൾ ഇപ്പോൾ ഒരു മുറിവല്ല, മറിച്ച് മധുരമുള്ള ഒരു അനുഭവമാണ്. തന്റെ 3 മക്കളെയും വാരിപ്പുണർന്ന് ആ വലിയ വീട്ടിലിരിക്കുമ്പോൾ ദേവകിയമ്മയുടെ മുഖത്ത് വിരിഞ്ഞത് സമാധാനത്തിന്റെ ഒരു സൂര്യോദയമായിരുന്നു. എന്റെ മക്കൾ, എന്റെ ലോകം, ആ അമ്മ മെല്ലെ മന്ത്രിച്ചു. ആ വാക്കുകൾ ലണ്ടനിലെ തണുത്ത കാറ്റിൽ ഒരു സംഗീതം പോലെ അലിഞ്ഞു ചേർന്നു. സ്നേഹത്തിന്റെ പുനഃസംഗമം അവിടെ പൂർണ്ണമാവുകയായിരുന്നു.